വെള്ളിയാഴ്ചകളിൽ ബീഫ് നിർബന്ധമുള്ള ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ മലപ്പുറംകാർക്കൊക്കെ കുറച്ച് കൂടുതലാണല്ലേ ബീഫ് നിർബന്ധം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഇല്ല. കാരണം ഇക്കൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളാകുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയാലും മതിയല്ലോ. ഇന്നിപ്പോൾ ബീഫ് ബിരിയാണി ഒന്നും ഇല്ലാത്തൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ബോട്ടി കിട്ടിയിട്ടുണ്ട്. ബീഫിന് പകരം ബോട്ടിയാണെന്ന് പറയരുത് കേട്ടോ. ബോട്ടി നമുക്ക് കിട്ടിയപ്പോൾ അങ്ങോട്ട് വെക്കുക എന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതായിട്ടുള്ള നുറുക്കിയതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ വയറ്റി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ബോട്ടിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് മസാലയൊക്കെ ഒന്ന് വയറ്റി കൊടുത്ത് എണ്ണയിലൊക്കെ ഒന്ന് വയറ്റിയതിന് ശേഷം ബോട്ടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ബീഫൊക്കെ വെക്കണ ആ ഒരു രൂപത്തിൽ തന്നെയാണ് വെക്കണത്. പക്ഷേങ്കിൽ കുറേ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. വെള്ളം വന്നാൽ ഈ ബോട്ടിയിൽ നമുക്ക് ഉപ്പും മസാലയൊന്നും പിടിക്കാത്തൊരു പോലെയാണ് അല്ലേ. എപ്പോഴും ബീഫായാലും ഇങ്ങനത്തെ സംഗതികളൊക്കെ ആയാലും നമുക്ക് കഴിക്കണമെങ്കിൽ അതിൻ്റേതായ ആ രുചി കിട്ടണമെങ്കിൽ കഷ്ണങ്ങളൊക്കെ തിന്നുമ്പോഴേ ആ കഴിക്കുന്ന നേരത്തെ നമുക്ക് ആ ഒരു രുചി കിട്ടണമെങ്കിൽ നമുക്ക് കായത്തോടു കൂടിയാവണം. അതായത് വെള്ളത്തിൽ ആയാലും നമുക്കൊരു രസം തോന്നില്ല. അപ്പോൾ ഏതായാലും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ കേട്ടോ. പിന്നെ അതേപോലെ ഉപ്പിട്ടെടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 വിസിൽ വരട്ടെ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ കപ്പ തന്നെ കേട്ടോ. ഞങ്ങൾ വീട്ടിലത്തെ കപ്പ തന്നെയാണ്. അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്ത കപ്പയിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറവിട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ചിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ വേണമെങ്കിൽ ചിരകിയിടാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിക്കറി കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ബോട്ടിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയുണ്ടെന്ന് നോക്കാനേ. ഇപ്പോൾ ബീഫ് കഴിക്കണ കാര്യമില്ലല്ലോ, ബോട്ടി ആകുമ്പോൾ ഒന്നും കൂടി സ്പെഷ്യലല്ലേ. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചു കേട്ടോ. ഇനി ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അപ്പോൾ ഞാനും തന്നെ ഇത് ഒന്ന് കഴിക്കാൻ പോകാം കേട്ടോ. സത്യം പറയാലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചോറൊന്നും പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. കഞ്ഞിയൊക്കെ വേണമെങ്കിൽ ലേശം കുടിക്കാം. പക്ഷേ ഞാനൊന്നും കഴിച്ചില്ല, ഇതാണ് എടുത്തത്. ഇത് തന്നെ നമുക്ക് വയറ് നിറയാനുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.